ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. If we go to the 4th chapter of John's Gospel, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണെങ്കിൽ, and from the beginning we read a passage which talks about Jesus and the woman of Samaria. അതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ട് യേശു ഇടപെടുന്നതായിട്ടുള്ള ആ ഒരു സംഭവം. Jesus strikes up a conversation with this woman of Samaria, ഈ ശമരിയക്കാരത്തി സ്ത്രീയുമായി യേശു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. and he asks her, give me something to drink. എനിക്ക് അല്പം കുടിക്കാൻ തരിക എന്ന് അവൻ അവളോട് പറഞ്ഞു. But this woman was surprised because he, being a Jew, was asking a woman of Samaria for something to drink. ഈ സ്ത്രീ വളരെ അതിശയിച്ചു പോയി. കാരണം ശമരിയക്കാരത്തിയായ ഒരു സ്ത്രീയോട് യഹൂദനായ ഒരു പുരുഷൻ കുടിക്കാൻ ചോദിക്കുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമായ ഒരു സംഗതിയാണ്. അത് നടക്കുന്ന കാര്യമല്ല. But Jesus doesn't give up. He continues to speak to her. എന്നാൽ യേശു അവിടെ തുടർന്നു അവളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. And Jesus tells her, if only you know who is he that is asking you, you will give him and he will give you water of eternal life. നിന്നോട് ചോദിക്കുന്നവൻ ആരാകുന്നു എന്ന് നീ അറിയുകയാണെന്ന് വരികിൽ നീ അവന് ജലം കൊടുക്കും. അതോടൊപ്പം തന്നെ അവൻ നൽകുന്നതായുള്ള ജീവജലം നീ പ്രാപിക്കുകയും ചെയ്യും. Therefore, after this conversation, this woman leaves the pot and runs back to her village. ഇവിടെ ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ഈ സ്ത്രീ അവൾ കൊണ്ടുവന്നിരുന്ന പാത്രം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ ഗ്രാമത്തിലേക്ക് ഓടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. And she goes and tells the people, you come and see that he has told me everything of me. അവൾ ചെന്ന് പറയുന്നത്, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണോ എന്നാ ചോദിക്കുന്നത്. Because this woman was earlier trying to distract or deviate the conversation from Jesus. യേശു ക്രിസ്തു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ ശ്രദ്ധയെ മറ്റു പല രംഗങ്ങളിലേക്കും തിരിപ്പാനായിട്ട് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And Jesus tells her, go and bring your husband. യേശു അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. You go, bring your husband, come here. നീ നിന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വരിക. Then the woman says, I have no husband. അപ്പോഴാണ് സ്ത്രീ പറയുന്നത്, എനിക്ക് ഭർത്താവില്ല. But Jesus tells, I know that very well. യേശു അവളോട് പറയുകയാണ്, അതെനിക്ക് നല്ലവണ്ണം അറിയാം. And you had several husbands. നിനക്ക് പല ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Even the one with whom you are living now is not your husband. ഇപ്പോൾ നീ എന്നോട് കൂടെ പാർക്കുന്നവൻ നിന്റെ ഭർത്താവല്ല താനും. Therefore, this woman was astonished. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീ വളരെ അതിശയിച്ചു പോയി. So therefore she runs into the village and tells the people, here I have met a person, a man who has told me everything of me. ഞാൻ ചെയ്തത് എല്ലാം എന്നോട് പറഞ്ഞതായുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി എന്ന് അവൾ പോയി ഗ്രാമീണരോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. And she tells them, come and see a man who told me all that I ever did. Can this be the Christ? വരിക, ഞാൻ ചെയ്തത് എല്ലാം എന്നോട് പറഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കും.
Therefore, the people started to go towards the place. ആ ഗ്രാമീണരൊക്കെയും ഇത് കേട്ടുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ തുടങ്ങി. And the Bible says that people believed in Jesus. വേദപുസ്തകം പറയുന്നത് അങ്ങനെ ഓടിക്കൂടി വന്നതായുള്ള പലരും യേശുവിൽ വിശ്വസിച്ചു എന്നത്രേ. And they tell that they believed in Jesus because of the woman's testimony. He told me all that I ever did. അവൾ പറഞ്ഞതായുള്ള അവിടെ സാക്ഷ്യമുണ്ടല്ലോ, ആ സാക്ഷ്യം മുഖാന്തരമാണ് ഞങ്ങൾ ഇവിടെ വരുവാനും വിശ്വസിപ്പാനും ഇടയായത് എന്ന് അവർ പറയുന്നു. So if we look at this passage, this woman first of all perceived Jesus as a Jew, a Jewish man. ഈ സ്ത്രീ ആദ്യമേ ഈ കർത്താവിനെ കാണുന്നത് ഒരു യഹൂദനായിട്ടാണ്. Then she sees him as a prophet. പിന്നീട് യേശുവിനെ കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. Then she perceives him as a Messiah. ഇപ്പോൾ അവൾ മശിഹായിട്ട് യേശുവിനെ കാണുന്നു. Then she talks of him as Christ. അത് ക്രിസ്തു തന്നെ ആകുന്നു എന്ന് അവനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു. And finally we read that they all say together, truly this is the savior of the world. ഇവൻ തന്നെ ആകുന്നു ലോകരക്ഷിതാവെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി. So the John's gospel tells us emphatically that the Samaritan woman was a kind of an evangelist, a very, very effective evangelist. ഈ ശമരിയക്കാരത്തി സ്ത്രീ വലിയ ഒരു സുവിശേഷകയായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. When we experience Christ, we cannot remain the same person. യേശുക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് തുടരുവാൻ സാധ്യമല്ല. This has happened to this woman of ഈ Samaria. സ്ത്രീക്ക് അതാണ് സംഭവിച്ചത്. This is copies of the Christian faith. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടയാളങ്ങളാകുന്നു. Jesus died on the cross so that people could live. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി. He suffered and died in order to be the hope for the world. അവൻ കഷ്ടത അനുഭവിക്കുകയും മരിക്കുകയും ചെയ്തത് ലോകത്തിന് പ്രത്യാശ നൽകുന്നതിന് വേണ്ടിയാണ്. His death and resurrection are our path to salvation. അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ ഘടകമായി മാറിയിരിക്കുന്നു. Therefore, when we read this story as our own story, when we pick up our cross and follow him, we will never be the same. ഈ സംഭവം ഉണ്ടല്ലോ, ഈ കഥയുണ്ടല്ലോ, ഈ നമ്മുടെ തന്നെ ഒരു അനുഭവമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുകയില്ല. നമ്മളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും. The risen Christ who encountered these women still encounters all of us. ഈ സ്ത്രീയുമായിട്ട് ഇടപെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ടല്ലോ, ആ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. That is the decisive moment for our own living. നമ്മുടെ ജീവിതത്തിന് തീരുമാനമെടുക്കേണ്ടതായുള്ള ഘട്ടങ്ങളാകുന്നു അത്. It is a moment of conviction that leads to repentance. നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, നമ്മളെ അത് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നതായി തീരണം. It is a moment of truth or revelation that puts away disbelief. നമ്മുടെ ഈ വെളിപാട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അവിശ്വാസങ്ങളൊക്കെയും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സമയമായിട്ട് മാറും. It is a moment of hope followed by restoration. ഇത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമായിട്ട് മാറും. Therefore, when we experience the risen Christ, we cannot remain the same person. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ ആയിരിക്കുന്ന ഈ നിലയിൽ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. And the Easter message is this. ഉയർപ്പിന്റെ ദൂത് എന്ന് പറയുന്നത് ഇത് തന്നെയാകുന്നു. Come into the presence of God. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരിക. See what God has done. എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളത് കാണുക. And then go into the world and tell others. പിന്നീട് നിങ്ങൾ പോകുക, ലോകത്തിലേക്ക് അത് അറിയിക്കുക. It is a peculiar moment of coming and going, and always coming and going. എല്ലായ്പ്പോഴും വരിക, പോകുക, വരിക, പോകുക, ഈ ഒരു ആഹ്വാനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. The problem or temptation for all of us has been to come, but then just to sit at the feet of Jesus. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് യേശുവിന്റെ അടുക്കൽ വരുവാനായിട്ട് താല്പര്യമാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോകത്തില്ല. This reminds us of the story of transfiguration. മറുരൂപ മലയിലെ അനുഭവത്തിൽ
ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ദർശിക്കാവുന്നതാണ്. There Jesus took 3 of his disciples, Peter, James and John, to that mount. പത്രോസ് യാക്കോബ് യോഹന്നാനെയും കൊണ്ട് മറുരൂപ മലയിലേക്ക് കർത്താവ് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. On the Mount of Transfiguration, these 3 people could witness the scene of glorification. മറുരൂപ മലയിൽ മഹത്വകരമായ ഒരു കാഴ്ച അവർക്ക് ഈ 3 പേർക്കും കാണുവാനായിട്ട് സാധിച്ചു. Jesus' clothes were dazzling white. അത് യേശുക്രിസ്തുവിന്റെ ശരീരമൊക്കെയും സൂര്യവെണ്മയ്ക്ക് ശോഭയുള്ളതായിട്ട് മാറി. He was discussing with Moses and Elijah. മോശയോടും ഏലിയാവിനോടും യേശു അവിടെ സംഭാഷിച്ചുകൊണ്ടിരുന്നു. But he was discussing with them about the impending death. അവൻ നേരിടുവാൻ പോകുന്ന ആളുടെ മരണത്തെക്കുറിച്ചാണ് മോശയോട് ഏലിയാവിനോട് സംഭാഷിച്ചത്. Though the disciples were in sleepy mode, they were able to see that this was happening. ഈ ശിഷ്യന്മാർ പകുതി ഉറക്കത്തിലായിരുന്നതിനാൽ മയക്കത്തിലായിരുന്നതിനാൽ അവിടെ നടന്നത് എന്താണെന്ന് വാസ്തവമായിട്ട് ഗ്രഹിപ്പാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. And the voice comes from heaven and it says, "He is my son, listen to him." ഉയരത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടു, ഇത് എന്റെ മകനാകുന്നു, നിങ്ങൾ അവന് ചെവി കൊടുപ്പീൻ. But soon after the scene is over, Peter jumps to tell Jesus that it was better for them to stay on the Mount of ഈ Transfiguration. മഹത്വകരമായ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ചാടി എണീറ്റ് പറയുകയാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് വളരെ നല്ലത് തന്നെ. Let us put 3 tabernacles, one for you, one for Moses, one for Elijah. നമുക്ക് 3 കുടിലുണ്ടാകാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. But Jesus said, "No, it is not possible. I have to go down." എന്നാൽ യേശുക്രിസ്തു പറയുന്നത് അത് സാധ്യമല്ല, നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണം. Because at the foot of the mountain, the scene was entirely different. അവിടെ താഴത്തെ ആ കാഴ്ച എന്താണെന്ന് അറിയാവോ? ഈ മലമുകളിലെ അനുഭവം അല്ല താഴത്തേത്, അതിൽ നിന്ന് വളരെ വിഭിന്നമായ അനുഭവമാണ് താഴെയുള്ളത്. There in the valley of the mountain, we see 4 different kinds of people. 4 രീതിയിലുള്ള ആളുകളെ അവിടെ ആ താഴ്വരയിൽ കാണുവാൻ സാധിക്കും. There was a child or a youth suffering from a kind of epilepsy. അവിടെ ചന്ദ്രരോഗം പിടിച്ചതായിട്ടുള്ള ഒരു യുവാവിനെ നമ്മൾ അവിടെ കാണുന്നു. And there was a father, the father of this youth, who couldn't get his son healed by anyone. ഈ മറ്റുള്ളവരാൽ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയിൽ കഴിയുന്നതായ ആ പിതാവിനെ അവിടെ ഉണ്ട്. And there was a group of the other 9 apostles. അവിടെ മറ്റ് 9 ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്നു. And there was a group of ordinary people like you സാധാരണ and കാഴ്ച me. കാണുവാനായിട്ട് വന്ന നമ്മളെ പോലെ ഉള്ളതായിട്ടുള്ള കുറെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. And Jesus tells Peter, "Peter, you want to remain at the Mount of Transfiguration in the scene of glorification." പത്രോസിനോട് യേശു പറയുന്നത്, പത്രോസേ, ഈ മഹത്വകരമായിട്ടുള്ള ഈ മലയുടെ അനുഭവത്തിൽ നീ തുടരുവാനാണോ ആഗ്രഹിക്കുന്നത്? But I have to go down to the valley of disfiguration. എന്നാൽ എനിക്ക് ഈ താഴ്വരയിലേക്ക് ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. മുഖം നഷ്ടപ്പെട്ട അനേക ആളുകൾ എന്നെ കാത്ത താഴ്വാരത്തിൽ ഇരിപ്പുണ്ട്. And that is the description of the reality of humanity. മനുഷ്യവർഗത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. And the poet, Bengali poet Rabindranath Tagore has written Geetanjali for us. രബീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നതാള് ബംഗാളി കവി ഗീതാഞ്ജലി എന്ന് പറയുന്നതാള് പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. In that book we read that Tagore talks about the people who appear to be religious. അവിടെ മതഭക്തന്മാര് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില ആളുകളെ കുറിച്ചുള്ള പരാമർശനം ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. And Tagore tells those people who are blind to the reality of the world. ആ മനുഷ്യരെ കുറിച്ച് ടാഗോർ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ലോകത്തിന്റെ യാഥാർത്ഥ്യത്തോടെ കണ്ണടച്ച് നിൽക്കുന്നവരാണ് അവർ, അന്ധന്മാരാണെന്നാ. You stop this singing. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കാണേണ്ടതിനെ കാണുന്നില്ല. You stop this telling of the beads. നിങ്ങള് യാന്ത്രിക രൂപത്തിൽ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരാണ്, അത് നിർത്തണം. And you now try to see God within the 4 walls. നിങ്ങൾ 4 ഭിത്തിക്കുള്ളിലാണ് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. Open your eyes wide. നിങ്ങളുടെ കണ്ണുകളെ വിശാലമായി തുറക്കുക. And see God where the path maker is breaking stones. എവിടെയാകുന്നു ആ ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്? പാറകൾ പൊട്ടിക്കുന്നതായിട്ടുള്ള ആ ഒരു ജോലിക്കാരന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കണം. Where the person is stealing.
നിലം ഉഴുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ മധ്യേ ദൈവത്തെ കാണുവാൻ സാധിക്കണം. Open your eyes wide and see that his garment is covered with dust. നിങ്ങൾ കണ്ണു തുറന്നൊന്ന് നോക്കുക, ഈ നിലം ഉഴുന്നവന്റെ വസ്ത്രമുണ്ടല്ലോ, അത് ചെളി പുരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. And you get rid of your garments of purity. നിങ്ങളുടെ വിശുദ്ധമായ ഈ വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കളഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെല്ലുക. What harm is there if your garments also become tattered and stained? നിങ്ങളുടെ ഈ വിശുദ്ധമെന്ന് കരുതുന്നതായുള്ള വെണ്മ വസ്ത്രം ഉണ്ടല്ലോ, അവത്തേലൊന്ന് ചെളി പറ്റിയാൽ നിങ്ങൾക്ക് എന്നാ സംഭവിക്കാൻ പോകുന്നത്? So he tells God is seen in the midst of such people. അങ്ങനെയുള്ള വ്യക്തികളുടെ ജോലി ചെയ്യുന്നതായുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്. So the message conveyed to these women who went to the tomb was the message that they should now go because they have to go and tell the disciples of Jesus that Jesus is going ahead of them to Galilee. ഇവിടെ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഈ ദൂതൻ ഈ സ്ത്രീകളോട് പറഞ്ഞതായുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോട് പറയുക, അവർക്ക് മുൻപായി ഞാൻ ഗലീലയിലേക്ക് പോയിരിക്കുന്നു. Because Galilee was a place where people had to toil throughout their life. 24 മണിക്കൂറും ജനങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗലീല എന്ന് പറയുന്നത്. They had to toil in order to meet both ends come together. അവരുടെ പട്ടിണി മാറുവാനായിട്ട് അവർക്ക് അവിടെ അധ്വാനിച്ചേ ഒക്കത്തുള്ളൂ. നിരന്തരം അധ്വാനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഗലീല എന്ന് പറയുന്നത്. So the resurrected Christ now wants to be seen by his followers in that place. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് തന്റെ ശിഷ്യന്മാർ തന്നെ കാണേണ്ടത് ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ്. Not in the comfort zone, but in the place where the ordinary people are. നമ്മുടെ സ്വസ്ഥവും സ്വച്ഛവുമായ അനുഭവത്തിലല്ല അവനെ നമ്മൾ കാണേണ്ടത്. ജനങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങളിലാണ് അവനെ നമ്മൾ ദർശിക്കേണ്ടത്. But Jesus tells the women, do not be afraid. എന്നാൽ ഈ സ്ത്രീകളോട് ദൂതൻ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്. Because people were afraid of what was happening. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ജനങ്ങളൊക്കെ വളരെ ഭയത്തിലായിരുന്ന ഒരു അനുഭവമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. Do not be afraid. I am going ahead of you. You come over there and you will see me there. നിങ്ങൾ ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് മുൻപായി ഞാൻ എത്തിയിരിക്കുന്നു. This afternoon, we listen to the reading of Matthew's Gospel, chapter 28, verses 1 to 10. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. If we go further and read in verse 19, 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. Matthew records the Great Commission. വലിയ ഒരു നിയോഗത്തെക്കുറിച്ച് അവിടെ മത്തായി എഴുതിയിരിക്കുന്നു. And the resurrected Christ tells the apostles, go and make disciples of all nations. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. Go and baptize them in the name of the Father and of the Son and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. Go now and teach them to obey everything I have commanded you. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങളോട് പറഞ്ഞതുമായ സകല കാര്യങ്ങളും അനുസരിപ്പാൻ തക്കവണ്ണം അവരെ പ്രബോധിപ്പിക്കണം. So therefore, the summons to come is joined together with the summons to see, but at the same time it is also a summons to go that comes with to tell. നിങ്ങൾ വരിക, കാണുക എന്ന് പറയുന്നത് വന്ന് കണ്ടിട്ട് പോകുക എന്ന് പറയുന്ന ആ ഒരു നിർദ്ദേശത്തോട് യോജിപ്പിച്ച് വേണം നമ്മൾ ചിന്തിപ്പാനായിട്ട്. Once we experience the life-changing power of Jesus, we just can't keep quiet. ജീവിതത്തെ മാറ്റിമറിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിശബ്ദമായിരിക്കാൻ സാധ്യമല്ല. The Easter message is a message that tells us to come and see what God is doing, what God wants to do in our own life. ഉയർപ്പിന്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ
നിങ്ങൾ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് കാണുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അനുഭവിച്ചറിയുക. And then go and tell that's what we were made to do. പിന്നീട് നിങ്ങൾ പോയി മറ്റുള്ളവരെ അറിയിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. And telling or proclaiming brings us unspeakable joy. നിങ്ങൾ പോയി പറയുമ്പോൾ അത് നിങ്ങൾക്ക് അവ്യാജ്യമായ വലിയൊരു ആനന്ദമാണ് നിങ്ങൾക്ക് തരുന്നത്. The commands come and see, go and tell, go with, do not be afraid. നിങ്ങൾ വരിക, നിങ്ങൾ കാണുക, പോകുക, പറയുക. ഇത് നാലും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതുമായിട്ടെല്ലാം ബന്ധിച്ച് പറയുന്നതായുള്ള ഒരു പ്രത്യേക വാക്കാണ്, നിങ്ങൾ ഭയപ്പെടരുത്. See how Matthew ends his gospel. മത്തായിയുടെ സുവിശേഷം എങ്ങനെയാകുന്നു അവസാനിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. Behold, I am with you to the end of the age. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. And these were the words told to people at the time of the birth of Christ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ ഇതേ ആശയം തന്നെ, ഈ ദൂത് തന്നെ അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Matthew's Gospel chapter 1 verse 23. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. He is God with us, Emmanuel. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. So in the birth of Christ, the message to the world is that God is with the world. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ തന്നെ നമുക്ക് നൽകിയായ ദൂത് എന്താണ്, ഉറപ്പെന്താണ്? ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നു. And at the end, at the resurrection scene also, the promise is God is with us always. അവസാനം ഉയർപ്പിന് ശേഷം നമുക്ക് നൽകുന്നതായുള്ള ദൂതം ഇത് തന്നെയാണ്, കണ്ടാലും ഞാനോ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം ഇരിക്കും. At the heart of the mystery of God's new creation is the strange truth that it happens, it spreads. ഈ സുവിശേഷത്തിന്റെ സത്യം എന്താണ്, മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതൊക്കെയും സംഭവിക്കുക മാത്രമല്ല, ഇതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഈ സുവിശേഷം പടർന്ന് പന്തലിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറും. God wants new creation to happen through his renewed people. ഈ പുതുതാക്കപ്പെട്ട വ്യക്തികളിലൂടെ ഒരു പുനർനിർമ്മാണം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Because new creation is all about trust, and it is all about new relationship, it is all about love. പുനഃസൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടെ, പരസ്പര ബന്ധത്തിൽ കൂടെ, സ്നേഹത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ട സംഗതിയാണ്. Therefore we are called, the created ones are called to participate in the experience of new creation. ഈ പുതു സൃഷ്ടിയുടെ അനുഭവത്തിൽ നമ്മൾ പങ്കാളികളാകുവാനുള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് തരുന്നത്. Go back to the story to read the truth. ഈ സത്യം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. On the first day of the week, these women went to the tomb to look at it. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറ കാണുവാനായിട്ട് ഈ സ്ത്രീകൾ അവിടെ ചെന്നു. They were actually going maybe to anoint the body of Jesus. ഒരു പക്ഷം വരിൽ മൃതശരീരത്തിൽ ലേപനം പൂശുവാനായിട്ടായിരിക്കാം ആ സ്ത്രീകൾ അവിടെ ചെന്നത്. Maybe to do some rites. ഏതെങ്കിലും രീതിയിലുള്ള ശുശ്രൂഷകളോ പ്രാർത്ഥനകളോ ചെയ്യുവാനായിരിക്കാം അവിടെ പോയത്. But when they went there, the tomb was open. എന്നാൽ അവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ച വിഭിന്നമാണ്. കല്ലറ തുറന്നു കിടക്കുന്നു. These women went with anguish, anxiety, and a kind of emptiness in their hearts. അവർ വളരെ ശൂന്യമായ ഒരു അനുഭവമാണ് ഈ കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായത്. അവർ അത്ഭുത പരതന്ത്രരായി തീർന്നു. അതോടൊപ്പം തന്നെ ഈ ശൂന്യത അവരുടെ ഉള്ളിലേക്കും വ്യാപിച്ചു. But the empty tomb has transformed the emptiness of these women. ഈ സ്ത്രീകളുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ ശൂന്യത ഉണ്ടല്ലോ, ഈ ശൂന്യത തന്നെ അവിടെ രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. And the gospel says they were filled with awe and joy. അവര് സന്തോഷം കൊണ്ടും അതേ സമയത്ത് ഭയം കൊണ്ടും നിറഞ്ഞു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. They were afraid yet filled with joy. അവർ ഭയപ്പെട്ടവരായിരുന്നു, എന്നാൽ ആ സമയത്ത് അവർ സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. Therefore, dear brothers and sisters in Christ, the story of resurrection of Jesus is a story of invitation.
അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്ന വലിയ ഒരു ക്ഷണത്തിന്റെ അടയാളമാകുന്നു. It is the story of personal experience to us. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവമായി തീരേണ്ട സംഭവമാകുന്നു. It is a story that we cannot keep to ourselves, but rather we go and share with others. ഈ കഥ നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കി വയ്ക്കേണ്ട ഒരു സംഗതിയല്ല, ഇത് മറ്റുള്ളവരോട് ചെന്ന് പ്രഘോഷിക്കേണ്ടതായുള്ള ഒരു സംഗതിയാണ്. It is a story that doesn't make us to be stagnant people. ഇത് ഈ കഥ എന്താണോ, ഇത് നമ്മളെ ഒരിടത്ത് അടക്കിയിരുത്തുന്നതായിട്ടുള്ള ഒരു കഥയല്ല. It makes us move. ഇത് നമ്മളെ ചലിപ്പിക്കുന്ന ഒരു കഥയാണ്. Now this evangelistic association is moving so that the movement of this association is proclaiming the message of the risen Christ. ഇതുകൊണ്ടാകുന്നു നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൽ ഈ പ്രേഷിത പ്രവർത്തനം ഇപ്പോൾ ലോകമെങ്ങും അറിയുവാൻ തക്കവണ്ണം, ഈ സുവിശേഷം അറിയുവാൻ തക്കവണ്ണം അനേകർ പോയി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രചോദനത്തിൽ നിന്നാണ്. If we walk away from the Lord Jesus, He will take us back. Therefore, come and see. നമ്മൾ ദൈവത്തെങ്കിൽ നിന്ന് അഥവാ അകന്നു പോകുകയാണെങ്കിൽ അവൻ വീണ്ടും വന്ന് നമ്മളെ അവങ്കിലേക്ക് ചേർത്തുകൊള്ളും. If we are unworthy, He will give us a new beginning. Therefore, come and see. നമ്മൾ ഒരു വിലയുമില്ലാത്തവരാകുന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമുക്ക് വില പകർന്നു തരുന്ന ഒരു ദൈവമാണ്. So coming and seeing becomes a personal experience to all of us. വരിക, കാണുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറണം. With it comes the great opportunity and privilege to the world around us. അതോടുകൂടിയാകുന്നു നമ്മൾ ലോകമൊക്കെയും പോയി ഇത് അറിയിപ്പാനുള്ള വലിയ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. And we cannot hold it to ourselves. ഇത് നമ്മുടെ ഉള്ളിൽ ഒതുക്കി നിർത്തുവാൻ നമുക്ക് സാധ്യമല്ല. We are summoned, but we are also sent. നമ്മളെ ഇത് അറിയിക്കുക മാത്രമല്ല, നമ്മളെ അയക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. Anything in the world cannot stop our movement. ലോകത്തിൽ ഒരു സംഗതിയും നമ്മുടെ ഈ ചലനത്തെ തടഞ്ഞു നിർത്തുവാനായി സാധ്യമല്ല. Because the Lord Jesus, who has defeated death, now tells us that He is with us to the end of the earth. എന്തുകൊണ്ടെന്നാൽ മരണത്തെ അതിജീവിച്ചവനായ നമ്മുടെ കർത്താവാണ് നമ്മളോട് പറയുന്നത്, ഞാനോ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കും. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ